നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ചേലക്കരയിൽ റോഡിലേക്ക് തെരുവുനായ ചാടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ ഇടിച്ച സ്കൂട്ടർ യാത്രികൻ മരിച്ചു. തോന്നൂർക്കര UP സ്കൂൾ ജീവനക്കാരനായ ഇടപ്പാടത്ത് വീട്ടിൽ നാരായണൻകുട്ടിയാണ് മരിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെ ചേലക്കര സെന്റ് ജോർജ് പള്ളിക്ക് സമീപമായിരുന്നു അപകടം. ചേലക്കരയിൽ നിന്നും തോന്നൂർക്കരയിലേക്ക് സ്കൂട്ടറിൽ യാത്ര ചെയ്യുകയായിരുന്ന നാരായണൻകുട്ടിയുടെ മുന്നിലേക്ക് പെട്ടെന്ന് തെരുവുനായ കുറുകെ ചാടുകയായിരുന്നു. തുടർന്ന് നിയന്ത്രണം വിട്ട സ്കൂട്ടർ സമീപത്ത് നിർത്തിയിട്ടിരുന്ന പിക്കപ്പ് വാനിൽ ഇടിച്ച് മറിയുകയായിരുന്നു. അപകടം നടന്നയുടൻ നാട്ടുകാർ ചേർന്ന് നാരായണൻകുട്ടിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിലെ പന്നിത്തടം സെന്ററിൽ നിയന്ത്രണം വിട്ടുമറിഞ്ഞ പിക്കപ്പ് വണ്ടിയിൽ നിന്ന് 18 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. സംഭവത്തിൽ ലോറിയിലുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെട്ടു. വെള്ളിയാഴ്ച പുലർച്ചെ 4 മണിയോടെയായിരുന്നു സംഭവം. കേച്ചേരി ഭാഗത്തു നിന്നും അക്കിക്കാവ് ഭാഗത്തേക്ക് പോവുകയായിരുന്ന പൊന്നാനി രജിസ്ട്രേഷനിലുള്ള പിക്കപ്പ് ലോറി പന്നിത്തടം സെന്റർ വെച്ച് നിയന്ത്രണം വിട്ട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലേക്ക് തലക്കീഴായി മറിയുകയായിരുന്നു. പിക്കപ്പ് മറിഞ്ഞതിനെ തുടർന്ന് ആളുകൾ ഓടിക്കൂടിയതോടെ വാഹനത്തിലുണ്ടായിരുന്ന 2 പേർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് ജീപ്പിൽ നിന്ന് നിരോധിത പുകയില ഉൽപ്പന്നമായ 18 ചാക്ക് ഹാൻസ പിടികൂടിയത്. പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാൻ പിക്കപ്പിന്റെ പുറകുവശത്ത് ചാക്കുകളിലാക്കി ടാർപ്പായ കൊണ്ട് മറച്ച നിലയിലായിരുന്നു പുകയില ഉൽപ്പന്നങ്ങൾ സൂക്ഷിച്ചിരുന്നത്. പിടികൂടിയ 18 ചാക്ക് ഹാൻസ പോലീസ് കസ്റ്റഡിയിലെടുത്തു. സംഭവത്തിൽ കേസെടുത്ത എരുമപ്പെട്ടി പോലീസ് ഒളിവിൽ പോയ പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിച്ചു. കോപ്പിളിപ്പാടം സെന്റ് ആൻസ് CLP സ്കൂളിൽ വിദ്യാർത്ഥികളിൽ ജൈവകൃഷിയോടുള്ള താൽപര്യവും പരിസ്ഥിതി സംരക്ഷണ ബോധവും വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ജൈവകൃഷി പദ്ധതിക്ക് തുടക്കമായി. സാമൂഹ്യ പ്രവർത്തന താൽപര്യനും കർഷകനും മുൻ PTA അംഗവുമായ ശശി ആര്യാടൻ മുന്നോട്ടുവെച്ച ജൈവകൃഷി എന്ന ആശയമാണ് പദ്ധതിക്ക് പ്രചോദനമായത്. ജൈവ കർഷകനായ TP വിനയന്റെയും കുടുംബത്തിന്റെയും നേതൃത്വത്തിൽ പ്രധാനാധ്യാപിക സിസ്റ്റർ കരോളിന്റെ മേൽനോട്ടത്തിലും PTA MPTA ഭാരവാഹികളുടെ സഹകരണത്തോടെയുമാണ് വിദ്യാർത്ഥികൾ ജൈവകൃഷിക്ക് തുടക്കം കുറിച്ചത്. വിദ്യാർത്ഥികളിൽ കൃഷിയോടുള്ള താൽപര്യം വളർത്തുന്നതിനും വിഷരഹിത ഭക്ഷണത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിനും പ്രകൃതി സൗഹൃദ ജീവിതശൈലി പ്രോത്സാഹിപ്പിക്കുന്നതിനുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ട്രെയിനിൽ കയറുന്നതിനിടെ വീണ യുവതിയുടെ ജീവൻ രക്ഷിച്ച് പോലീസ്. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നടന്ന സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. സെക്കന്ദരാബാദിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോയിരുന്ന ശബരി എക്സ്പ്രസിൽ കയറുന്നതിനിടെയാണ് യുവതി ട്രെയിനിന് അടിഭാഗത്തോട് ചേർന്ന് പ്ലാറ്റ്ഫോമിൽ വീണത്. ട്രെയിൻ തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും എടുത്തതിന് തൊട്ടുപിന്നാലെ യുവതി ട്രെയിനിലേക്ക് കയറാൻ ശ്രമിക്കുന്നതിനിടെയായിരുന്നു അപകടം. ട്രെയിനിൽ കയറുന്നതിനിടെ യുവതിയുടെ ബാലൻസ് നഷ്ടപ്പെട്ട് വീഴുകയായിരുന്നു. ഉടൻ സമീപത്തായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന റെയിൽവേ പോലീസും CPO വിനോദും RPF ഉദ്യോഗസ്ഥൻ സന്തോഷും ചേർന്ന യുവതിയെ പിടിച്ചുവലിച്ച് രക്ഷപ്പെടുത്തുകയായിരുന്നു. കാലാവസ്ഥ. കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,255 രൂപയും പവന് 1,06,040 രൂപയും രേഖപ്പെടുത്തി. വരന്തരപ്പള്ളി പള്ളിക്കുന്ന് CJM അസംഷൻ ഹൈസ്കൂൾ റിട്ടയർഡ് അധ്യാപിക പള്ളിക്കുന്ന് പുതുശ്ശേരി തളിയപ്പറമ്പിൽ ഷെർബിൻ കുര്യൻ അന്തരിച്ചു. 57 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് പള്ളിക്കുന്ന് അസംഷൻ പള്ളിയിൽ. ഉള്ളൂർ കാട്ടൂക്കാരൻ കുടുംബാംഗമാണ്. ഭർത്താവ് ബേബി, വിശാൽ, ബിബിഷ എന്നിവർ മക്കളാണ്. ഇഞ്ചക്കുണ്ട മുണ്ടക്കത്തറമ്പിൽ ജോൺ ഭാര്യ റോസക്കുട്ടി അന്തരിച്ചു. സംസ്കാരം നടത്തി. മോളി, ആൻസി, ലില്ലി, ലൈസ, റെജി, അജി എന്നിവർ മക്കളും ജോയ് ജോസഫ്, ജോസഫ് കുര്യാക്കോസ്, ജോളി ജോസഫ്, ഷൈൻ ജോസഫ്, ആമ്പിൾ റെജി, പ്രിയ അജി എന്നിവർ മരുമക്കളുമാണ്. കള്ളൂർ പാറക്കാട് ചോനേടൻ ജോണി അന്തരിച്ചു. 77 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4-ന് കല്ലൂർ കിഴക്ക് സെന്റ് റാഫേൽ പള്ളിയിൽ.
ലില്ലിയാണ് ഭാര്യ. ലീജ, ലിജി എന്നിവർ മക്കളും ഡേവിസ്, ടോണി എന്നിവർ മരുമക്കളുമാണ്. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.